സ്വാമി ശരണമയ്യപ്പ. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കടയ്ക്കൽ തിരുവാതിര മഹോത്സവത്തിൻ്റെ ആദ്യത്തെ സന്തോഷ വാർത്ത ഞാൻ അറിയിക്കുകയാണ്. കടയ്ക്കൽ തിരുവാതിര മഹോത്സവത്തിൻ്റെ ആദ്യത്തെ സന്തോഷ വാർത്ത എന്ന് പറയുന്നത്, ആദ്യം ഭഗവതിയുടെ തിരുനാളായ തിരുവാതിര മഹോത്സവത്തിന് അറിയിപ്പ് കൊടുക്കുന്നത് നിലമേൽ കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിലാണ് കേട്ടോ. അവിടെ ചെന്ന് ഭഗവാൻ അഭിഷേകവും പൂജകളും കർമ്മങ്ങളും എല്ലാം ചെയ്ത ശേഷമാണ് പീടികയിൽ വരുന്നത്. പീടികയിൽ വന്ന് മുടിപ്പുരയ്ക്ക് ചേർന്നുള്ള യജമാൻ നട, അതായത് മൂർത്തി നടയിൽ വന്ന് അവിടെയും ഭഗവാന് അർച്ചനകളും കാര്യങ്ങളും ചെയ്ത ശേഷമാണ് ഉത്സവത്തിനുള്ള മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ പോകുന്നത്. അപ്പം അത് കഴിഞ്ഞ് ഭക്തിയാദരപൂർവ്വം അയ്യപ്പ ക്ഷേത്രത്തിൽ പൂജകളും വഴിപാടുകളെല്ലാം ചെയ്ത്, അപ്പം അയ്യപ്പ ക്ഷേത്രത്തിൽ പൂജകൾ ചെയ്യാൻ കാരണം വേറൊന്നല്ല, നമ്മുടെ കടയ്ക്ക് തമ്പുരാട്ടിയുടെ സഹോദര തുല്യ സ്ഥാനമെന്നാണ് പറയപ്പെടുന്ന അയ്യപ്പൻ ഭഗവാൻ. അപ്പം അതുകൊണ്ട് പണ്ട് മുതലേ നമ്മുടെ കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിൽ പോയാണ് ഇവിടുത്തെ കടയ്ക്ക് തിരുവാതിരയായാലും അഞ്ചൽ കടയാറ്റുകളിൽ തിരുമുടി എന്നുള്ളതായാലും ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ആദ്യം ആരംഭം കുറിക്കുന്നത്, അല്ലെങ്കിൽ ആദ്യം അറിയിപ്പ് കൊടുക്കുന്നത് നിലമേൽ അയ്യപ്പ ക്ഷേത്രത്തിലാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഇനി ഉള്ള തിരുവാതിരയുമായി ബന്ധപ്പെട്ട, അതായത് ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ടല്ല, അമ്പലങ്ങളിലെ ക്ഷേത്രങ്ങളിലെ പ്രധാനപ്പെട്ട ചടങ്ങുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇതുപോലെ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതായിരിക്കും. അതിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം അറിഞ്ഞൂടാത്തവർക്ക്, അല്ലെങ്കിൽ ഇതറിയാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. കാരണം പലർക്കും അറിയില്ല, പലർക്കും ഉത്സവമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അറിയാവൂ. പക്ഷേ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന പൂജാകർമ്മങ്ങൾ കാര്യങ്ങളൊന്നും ആർക്കും അങ്ങനെ അറിയില്ല. അപ്പം സപ്പോർട്ട് ചെയ്യുക, അനുഗ്രഹിക്കുക.